നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ഹൂതികൾ ഇസ്രായേലിൽ അമേരിക്കയ്ക്കും എതിരെ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ യമനിൽ നിന്ന് തന്നെ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേൽ തകർത്തിരിക്കുകയാണ്. യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇത് രാജ്യത്തിന്റെ തന്നെ പല പ്രദേശങ്ങളിലും വ്യോമാക്രമണം സൈറണുകൾ മുഴക്കി. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതരാണ് ഈ മിസൈൽ വിക്ഷേപിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആവർത്തിച്ച് ലക്ഷ്യം വച്ചിരിക്കുകയാണ്. വടക്കൻ യമന്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്ന ഹൂതികൾ ചെങ്കടലിലും ഏതൻ ഉൾക്കടങ്ങളിലും വാണിജ്യ കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് ആഗോള വ്യാപാരത്തെയും തടസ്സപ്പെടുത്തി. കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ മാസങ്ങളോളം ആക്രമണം നടത്തിയ ഗസയിൽ പലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തങ്ങൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് ഹൂതികൾ വ്യക്തമാക്കിയിരിക്കുന്നു. മാർച്ച് 18-ന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ തകർന്നതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ മിസൈൽ വിക്ഷേപണം. ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ ബോംബാക്രമണം പുനരാരംഭിച്ചിരുന്നു. വെടിനിർത്തൽ സമയത്ത് ഹൂതികൾ ആക്രമണം നിർത്തിവെച്ചിരുന്നുവെങ്കിലും പിന്നീട് ആക്രമണങ്ങൾ പുനരാരംഭിച്ചിരുന്നു. ഇതിനിടെ മാർച്ച് 15-ന് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ അമേരിക്ക ഒരു പ്രധാന വ്യോമ നാവിക ആക്രമണം നടത്തുകയും ഉണ്ടായി. യമൻ തലസ്ഥാനമായ സനയിലെ തലസ്ഥാനങ്ങളും സ്ഥലങ്ങളും അൽ ജാഫ് സാദ ഗവർണറേറ്റുകളും ഉൾപ്പെടെ 40-ലധികം പ്രധാന സ്ഥലങ്ങളിലാണ് മിസൈൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ഷിപ്പിംഗ് തടസ്സപ്പെട്ടതിനുള്ള ഹൂതികളുടെ ശേഷി ഇല്ലാതാക്കുകയും പ്രാദേശിക സഖ്യകക്ഷികൾക്കെതിരായ അവരുടെ മിസൈൽ ആക്രമണങ്ങൾ തടയുകയും ചെയ്യുക എന്നതായിരുന്നു അമേരിക്കയുടെ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ. ആക്രമണം തുടർച്ചയായ 10-ാം ദിവസവും തുടരുന്നതിനിടയിൽ ഭീകരർ ഒളിത്താവളത്തിലേക്ക് മുങ്ങുകയാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ബോംബിംഗ് നടക്കുന്നത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യമന്റെ തലസ്ഥാനമായ സനയിൽ പടിഞ്ഞാറൻ മേഖലയിലുള്ള കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഹൂതികളുടെ വാർത്താ ഏജൻസിയായ സബ റിപ്പോർട്ട് ചെയ്തു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെയും മണലിൽ രക്തക്കറ പുരണ്ടതിന്റെയും ദൃശ്യങ്ങൾ ഹൂതി പുറത്തുവിട്ടിട്ടുണ്ട്. തൊട്ടടുത്ത കെട്ടിടത്തിന് ഒരു കേടുപാടും തന്നെ സംഭവിക്കാതിരുന്നത് താരതമ്യേന ശക്തി കുറഞ്ഞ മിസൈൽ ഉപയോഗിച്ചതിനാലാകാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സദയിലും ചെങ്കടൽ തുറമുഖ നഗരമായ ഹുദൈദയിലും മരുഭൂ പ്രവിശ്യയിലും അമേരിക്കൻ വ്യോമസേന കടുത്ത ആക്രമണമാണ് നടത്തിയത്. ചെങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് ലക്ഷ്യമിടുന്നത് തുടരുമെന്നും ഭീഷണിക്ക് പിന്നാലെയാണ് ഹൂതി വിമതർക്ക് നേരെ US ആക്രമണം തുടങ്ങിയത്.